എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ജൂൺ 19 നമുക്കറിയാം വായനാ ദിനമാണ്. വായനാ ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. AI കാലത്തെ മിഥ്യാധാരണകൾ എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം ട്രിഷ ജോയ്സ്. MTക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം? ഉത്തരം 2025. 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവ്? ഉത്തരം പ്രൊഫസർ MK സാനു. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം വായനാ ദിനം. PN പണിക്കർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1995 ജൂൺ 19. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം NS മാധവൻ. 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആര്? ഉത്തരം K അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവലിലാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം JC ഡാനിയേൽ. കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേത്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. PC കുട്ടിക്കൃഷ്ണൻ ഏത് തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഉറൂപ്പ്. പാതിരാവും പകൽ വെളിച്ചവും എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം MT വാസുദേവൻ നായർ. ചെമ്മീൻ, കയർ എന്നീ നോവലുകൾ എഴുതിയതാര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. കേരള സ്കൗട്ട് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം CV രാമൻ പിള്ള. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥയുടെ രചയിതാവ് ആര്? ഉത്തരം T പത്മനാഭൻ. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏത്? ഉത്തരം വീണപൂവ്. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആര്? ഉത്തരം
കുമാരനാശാൻ. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. മലയാളത്തിലെ ആദ്യ കളർ ചലച്ചിത്രം ഏത്? ഉത്തരം കണ്ടംവെച്ച കോട്ട്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 2025 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? ഉത്തരം അനോറ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ആരുടെ വരികൾ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത്? ഉത്തരം മാധവിക്കുട്ടി. പി.എൻ. പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? ഉത്തരം സനാതനധർമ്മം. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഉത്തരം വി. അയ്യപ്പൻ. ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ രചനയാണ്? ഉത്തരം ഒ.വി. വിജയൻ. ഭൂമിയുടെ അവകാശികൾ ആരുടെ രചനയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ.